നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക. ഇവിടെ ലോബ്ലോസ്, അതായത് ഇവിടുത്തെ കനേഡിയൻസിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊന്ന് പുറത്തിറങ്ങും. എൻട്രൻസ് ആണിത്. ഇവിടെ അത്യാവശ്യത്തിന് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് ഒരു വ്യൂ ഇങ്ങനെ കാണിക്കാൻ തന്നെ ഉള്ളൂ. ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെതായ ആളുകളൊക്കെ കമ്മിയാണ്. ഇവിടുത്തെ സ്റ്റാഫ്സ് ഇങ്ങനെ അവരെ കൗണ്ടർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നട്ട്സ് കൗണ്ടർ. ഇങ്ങനെ അത്യാവശ്യത്തിന് നല്ല ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഇത്. അത്യാവശ്യം എല്ലാ സംഭവം ഇവിടെ കിട്ടും. ഫാൻസി ആണ്ട്ടെ എല്ലാം കിട്ടും. ഇങ്ങനെയുള്ള സെക്ഷന് നെക്സ്റ്റ് സെക്ഷന് അത് കഴിഞ്ഞ് അടുത്ത സെക്ഷന് സെക്ഷൻസാണ് ഇതിനുള്ള. നമ്മളെന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു പോകണം. ഇതിൻ്റെ ഉള്ളൊന്ന് കാണിക്കുക. നമ്മൾ സാധനങ്ങൾ ഇവിടെ തന്നെ മേടിക്കാറുണ്ടാവും. ഇവിടെ നമ്മൾ കിച്ചൺ ഐറ്റംസ്, അതുപോലെ നമ്മൾ ക്ലോത്ത് ഐറ്റംസ്, മറ്റുള്ള എല്ലാതും ഇവിടെ കിട്ടും. ലേഡീസ് ആയിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, കിഡ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇതിനുള്ളിൽ ജസ്റ്റ് റൗണ്ട് ചെയ്ത് പോവാണ്. അവിടെ എന്താ വിചാരിക്കാതെ ഒന്നും മേടിക്കണമൊന്നും ഇല്ലല്ലോ. ഇതാണ് ഇവിടുത്തെ നാട്ടിൽ നമ്മൾ ബിവറേജ് എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് ഇവിടെ ആൽക്കഹോളിക്. ഇത് ആൽക്കഹോളിക് ഇല്ലാത്ത വൈന് അങ്ങനത്തെ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ബിയർ ഐറ്റംസ്, മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഈ സൈഡിലാണ്. ബിയർ തിങ്സ്. അവിടെ മറ്റുള്ള ആൽക്കഹോളിക്, അതായത് ആൽക്കഹോളിക് കണ്ടന്റ് അടങ്ങിയ എല്ലാ പോയിന്റ്സ് എല്ലാം എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ക്യാഷ് കൗണ്ടേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും കൗണ്ടേഴ്സിലൂടെ ജസ്റ്റ് ആണ് പുറത്തിറങ്ങും. നമ്മൾ മേടിക്കുന്നില്ല. ഇതെന്നൊക്കെ പറയുന്നത് സെൽഫ് ചെക്കൗട്ട് കൗണ്ടേഴ്സാണ്. അതായത് നമ്മളെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, കാർഡ്സ് അല്ലെങ്കിൽ പോയിന്റ് കാർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിഡീം ചെയ്ത് തരാനും, അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വെച്ച് പേ ചെയ്ത് ക്യാഷ്യറെ സപ്പോർട്ടില്ലാണ്ട് ചെക്ക് ഇൻ ചെയ്ത് പുറത്തിറങ്ങാനുള്ള ഒരു സൗകര്യമാണ്. അത് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലോബ്ലോസിൽ പുറത്തിറങ്ങി ഇനി വേറൊരു സൈഡിലൂടെ, നെക്സ്റ്റ് സൈഡിലൂടെ ആ വരുന്ന വണ്ടി ഉണ്ടോ? ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് ഇവിടെ നമ്മൾ നാട്ടിലെ പോലെ വേസ്റ്റ് നമ്മൾ
വേസ്റ്റ് ഇടാൻ ഓരോരോ ബിന്നുകൾ ഉണ്ടാവും, ബിൻസ്. ആ ബിൻസിൽ നിന്ന് ആ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി അത് കളക്ട് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ ബിന്നിലുള്ള വേസ്റ്റ് ഇടാനുള്ള കവർ എന്ത് ചെയ്യും, മാറ്റും. ഡെയിലി മോർണിംഗ് ഈവനിങ് അങ്ങനൊക്കെ മാറ്റും. കാണാണ്ട് ഒരു ബിന്ന്, ഇതുപോലത്തെ ബിൻസ്. നല്ല കാറ്റ് വീശുന്നുണ്ട്, കൈയൊക്കെ നല്ല ഫ്രീസായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വീഡിയോ എടുക്കുക, സ്റ്റാർട്ടിങ് അല്ലേ എന്നുള്ളൊരു ത്രില്ലിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ കയറിയ സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഇതാണ് അവരുടെ ബ്രാൻഡ് കേട്ടോ. ഇതുണ്ടോ, ഇതവരുടെ ബ്രാൻഡാണ്. ഇത് ലോബ്ലോസ്. ലോബ്ലോസ് എന്ന് പറയുന്നത് ഒരു ചെയിനാണ്. ഇതിന്റെ കീഴിൽ തന്നെ നോഫിൾസ്, അങ്ങനെ പല പല ഷോപ്പുകൾ ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. ലോബ്ലോസ് എന്നുള്ളത് ഇതിന്റെ ഒരു ഹെഡാണ്, ഹെഡ്. ഇത് പുറത്തുനിന്നുള്ള വ്യൂ കണ്ട, നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടതിൽ വെച്ചിട്ട്, നാട്ടില് നമ്മളെ പോസ്റ്റ് കാലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പോസ്റ്റ് കാലൊക്കെ എന്താവും, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള നല്ല വെയിറ്റ് ആയിട്ടുള്ള സംഭവമാവും. പക്ഷെ ഇവിടുത്തെ ആ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ മരത്തിന്റെ, അത്യാവശ്യം നല്ല നല്ല മരമാണ് തോന്നുന്നു. ഇത് എന്ത് മരമാണെന്ന് അറിയില്ല. ആ മരത്തിന്റെ നല്ല തടിയുള്ള മരമാണ് ഇവിടെ പോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഇവിടെ പോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പുറത്തേക്ക് ഈ മരം കണ്ടോ, ഈ മരമാണ് ഇത്. ദി ഹോം ഡിപ്പോ. ഇതെന്താ വെച്ചാല് നമ്മളെ ഹാർഡ്വെയർ ഐറ്റംസ് ഉണ്ടല്ലോ, ആ ഐറ്റംസ് ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഷോപ്പാണ്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് വെഹിക്കിൾ റെന്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കിടക്കുന്ന വഴിക്കാണ്ടോ ഒരു ഓറഞ്ച് ടച്ച്, ആ വെഹിക്കിൾസ് നമുക്ക് റെന്റിന് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് എടുക്കാം. വർക്കിന്റെ കാര്യങ്ങൾ, ലോഡിങ് അൺലോഡിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നടക്കും. കൈ നല്ല ഫ്രീസ് ആവുണ്ട്. മാക്സിമം കോട്ട്, ഞാൻ ഗ്ലൗസ് എടുക്കാനാണെങ്കിൽ മറക്കും ചെയ്തു. പുറത്ത് നല്ല ഐസ് കണ്ടാ, ഈ ഐസിന്ന് വരുന്ന തണുപ്പ്, പിന്നെ പുറത്ത് നല്ല കാറ്റ്, പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ, ഇതൊക്കെ കണ്ടാൽ തന്നെ ഇപ്പം എല്ലാവരും കരുതും കാനഡ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം, നല്ല ഏൺ ചെയ്യാം. എല്ലാ രാജ്യത്തും അതിൻ്റേതായ പ്രശ്നങ്ങളും അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ്, അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മളൊക്കെ അതൊക്കെ തരണം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുക, ഇവിടെ ഏൺ ചെയ്യുക. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം നമ്മൾ ഏൺ ചെയ്ത് സേവ് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടുത്തെ ടാക്സ് ഫെസിലിറ്റി, ടാക്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സാലറിയിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അത് വരിക നമുക്ക്. അത് നമ്മൾ കൊടുക്കൂല, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ക്യാഷ് ജോബ് ചെയ്യുന്നവരുണ്ട്, ലീഗലാണ്. പക്ഷേ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല, ഇല്ലീഗലാണത്. നോർമലി നമ്മൾ ക്യാഷ് വെച്ച് ചെയ്യുക. ക്യാഷ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ PR മറ്റു കാര്യങ്ങൾ അതൊന്നും കിട്ടാൻ ക്യാഷ് ജോബ് നടക്കില്ല. പക്ഷെ നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ PR കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനും, നമ്മളെ ഇവിടുത്തെ ട്രാക്ക് റെക്കോർഡ്, അതായത് നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്കത് നമ്മൾ PR സമയത്ത് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പം നമ്മൾ നേരത്തെ കയറിയ മെക്ക് ഷോപ്പാണിത്. മാക്സിമം ഞാൻ റൂമിൻ്റെ വാതിൽ വരെ ഈ വീഡിയോ കൊണ്ടുപോകാൻ നോക്കണ്ടേ. നമ്മളവിടെ വൈറ്റ് സിഗ്നൽ കത്തി കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്യാനുള്ളൊരു സിഗ്നലായിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് നടക്കുക. ഇപ്പം അവിടെ ഒരു K എന്നുള്ളൊരു ചിഹ്നം കണ്ടോ നിങ്ങൾ? ആ K എന്നുള്ള ചിഹ്നം സർക്കിൾ K. അതായത് ഇവിടെ നമ്മൾ നാട്ടിലെ പോലത്തെ ഡ്രിങ്ക്സ് കാര്യങ്ങൾ, ഇവിടുത്തെ വെറൈറ്റി ഒരു ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാം. കൈയൊക്കെ നല്ല ഫ്രീസായിട്ട് ചോരോട്ടം ഉണ്ടോന്നാണ്.
അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അല്ലാതെ ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് പോകണം. അത് വേറെ എല്ലായിടത്തും നല്ല ഫ്രീസാണ്. നല്ല ഫ്രീസ് പറയുമ്പോൾ നല്ല ഐസാണ്, കൈയൊക്കെ നല്ല തണുപ്പാണ്. പക്ഷെ കൈ പുറത്തിടാണ്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഞാൻ പറയില്ല, എടുക്കാൻ മറന്നു ചെയ്യും. അതേപോലെ അവിടെ പണിക്ക് പോകുന്നത് നല്ല നിറച്ച് ചെറിയ ഷെയ്ക്കിങ് ഉണ്ട്. കാരണം കൈ ഫ്രീസായ കാരണം പിടിക്കുമ്പോൾ പുറത്തുകൊണ്ട് ഇട്ടിട്ട് അതിനൊരു ഇപ്പോൾ നമ്മളവിടെ ഒരു 3 ബോക്സ് ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ കാനഡ പോസ്റ്റിൻ്റെ ബോക്സ്. അതായത് നമ്മൾക്ക് വരുന്ന കൊറിയേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ലെറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യും, ഇതിൽ ഓരോ റൂം നമ്പേഴ്സ് ഉണ്ടോ. ഇത് ഞാൻ ഈ റൂം നമ്പേഴ്സ് വെച്ചിട്ട് 9, 10, 11 റൂം നമ്പേഴ്സാണ്. ഈ റൂമിൻ്റെ ആളെ കയ്യിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ കീ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കീ വെച്ച് ഇത് തുറന്ന് ഇതെന്ന് വേണം നമ്മൾ എടുക്കാൻ. അല്ലാണ്ട് നാട്ടിലെ പോലെ വീട്ടിൽ കൊടുന്നു വരുന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല. ഇപ്പം ഞാൻ വന്ന വഴി തന്നെയാണ് അതിൻ്റെ വേറൊരു റൂട്ട്. അതുവഴി തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. ഇത് നമ്മളെ ഫ്ലാറ്റ്, അതിൻ്റെ പാർക്കിങ് കാര്യങ്ങൾ. കാരണം ഞാനിങ്ങനെ അടുത്തതായിട്ട് ഈ ഫ്ലാറ്റിൻ്റെ അടിയിലുണ്ടോ, ഇതിൻ്റെ അടിയിലൊരു സ്പേസ് ഉണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനും ലോണ്ടറി സൗകര്യങ്ങൾ അങ്ങനത്തെ ആയിട്ട്. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. ആ കാണുന്ന ഒരു വൈറ്റ് ഇത് കണ്ട ബോർഡ്, അതാണ് എൻ്റെ റൂം. ഈ വൈറ്റ് 117 കാണിക്കണേ, ഇതാണ് എൻ്റെ റൂം. ഓക്കെ.